ലിജോ, ഒരുപാട് ആളുകൾ MTയെ അടുത്തറിയാവുന്ന ആളുകൾ കോഴിക്കോടിൻ്റെ മനസ്സിൽ MTയെ എത്രമാത്രം സ്വാധീനിക്കപ്പെട്ടു എന്ന് മനസ്സിലായി കോഴിക്കോട് എന്ന് ഈ നിമിഷം ഓടിയെത്തുന്ന ആളുകൾ, അവസാനമായി ഒരു നോക്ക് കാണാനെത്തുന്ന സാഹിത്യപ്രേമികൾ, ഒരുപാട് ആളുകളെ നമുക്ക് ഈ നിമിഷം ആ വീട്ടിൽ കാണാം. അവിടെ നിന്നുള്ള കാഴ്ചകൾ. തീർച്ചയായും സിത്താരയിലേക്ക് ഇപ്പോൾ MD എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള അവസാനത്തെ യാത്രയാണ്. അദ്ദേഹം ഇവിടേക്ക് അവസാനമായി വന്നിരിക്കുകയാണ്. നാളെ ഉച്ച കഴിയുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ മടക്കയാത്ര, ഈ വീട്ടിൽ നിന്നുള്ള അവസാനത്തെ മടക്കയാത്രയും ഉണ്ടാവും. ആ തരത്തിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ MT അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് അറിഞ്ഞ ഘട്ടം മുതൽ തന്നെ നിരവധി ആളുകൾ പല ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ മേഖലകളിൽ നിന്നുള്ള ആളുകളൊക്കെ ഇവിടേക്ക് സിത്താരയിലേക്ക് എത്തുന്നൊരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയും. നിരവധി ആളുകൾ പല മേഖലകളിൽ നിന്ന് ഇവിടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലേക്ക് എത്തും. നാളെ രാവിലെ 7 മണിയോടുകൂടി അദ്ദേഹം ഇവിടെ MT വാസുദേവൻ നായർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. വൈകിട്ട് 4 മണി വരെയാണ് MTയുടെ പൊതുദർശനം. അത് വീട്ടിൽ തന്നെയാണ്, മറ്റെവിടെയും ഉണ്ടാവില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യം, എൻ്റെ മൃതശരീരം മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി, എൻ്റെ ശരീരം പലയിടങ്ങളിലേക്കായി കൊണ്ടുപോയി കാഴ്ച വസ്തുവാക്കരുത് എന്നുള്ള കാര്യം അദ്ദേഹം മകളോട് തന്നെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെയായിരിക്കും, സിത്താരയിൽ തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ പൊതുദർശനം ഉണ്ടാവുക. അത് 4 മണി വരെ ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതിനുശേഷം മാവൂർ റോഡിലുള്ള പൊതുശ്മശാനത്തിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. 5 മണിക്ക് മുൻപായി മൃതദേഹം സംസ്കരിക്കുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും നിരവധി ആളുകൾ, പല മേഖലകളിൽ നിന്നുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നു. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു കാലം, പല ഘട്ടങ്ങളിലായി അദ്ദേഹം എഴുതിയിരിക്കുന്ന കഥകളായാലും തിരക്കഥകളായാലും നോവലുകളായാലും ഒക്കെ, അല്ലെങ്കിൽ പല തിരുത്തുകളായാലും എഴുത്തുകളായാലും പല ആളുകളുടെ സന്ദർശനങ്ങളായും ഒക്കെ സിത്താര എന്നത് MTയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിലൊന്നാണ്. അദ്ദേഹം ഒരു കൂടല്ലൂർക്കാരൻ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗ്രാമം എന്ന് അദ്ദേഹത്തിൻ്റെ കഥകളെല്ലാം അവിടെ നിന്ന് വരുന്നുണ്ടെങ്കിൽ പോലും നേരത്തെ രുചീഷ് സൂചിപ്പിച്ച പോലെ തന്നെ കോഴിക്കോടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം ഉണ്ടായിരുന്നത്. മാതൃഭൂമി സബ് എഡിറ്ററായി തുടങ്ങിയ കാലം മുതൽ ഏതാണ്ട് 1960കളുടെ തുടക്കം മുതൽ ഇത്രയും കാലം 2024 വരെ എന്നുള്ള വലിയൊരു കാലയളവ് വരെ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. 10-65 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സമയമെല്ലാം അദ്ദേഹം ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടേക്ക് അദ്ദേഹത്തിന് പല ആളുകൾ കാണാനെത്തിയിരുന്നു. ആ ആളുകളെല്ലാം വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹത്തെ കാണാൻ ഇവിടേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. MTയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുറേ ദിവസങ്ങളായി വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. പിന്നീട് അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു. ആ സമയത്ത് പോലും അദ്ദേഹം തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അതിനെയും അദ്ദേഹം തിരിച്ച് വരുന്നു എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ 2 ദിവസം മുമ്പ് അദ്ദേഹത്തിന് ന്യൂമോണിയ പിടിപെടുന്നു. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില കൂടുതൽ വഷളാവുന്നൊരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് ഇന്നിപ്പോൾ വൈകുന്നേരത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ അന്ത്യം സ്ഥിരീകരിക്കപ്പെടുന്നത്. വളരെ വേഗത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി അദ്ദേഹത്തിൻ്റെ മൃതശരീരം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ വീട്ടിലേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതശരീരം വീട്ടിലാണുള്ളത്. പല ആളുകളും അദ്ദേഹത്തെ കാണാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളികളുടെ ഭാഷ രൂപീകരിക്കുന്നതിൽ, മലയാളികളുടെ അഭിപ്രായ രൂപീകരണത്തിലൊക്കെ വളരെ വ്യക്തമായ ഇടപെടലുകൾ എഴുത്തിലൂടെ നടത്തിയിട്ടുള്ള ഒരാളെന്ന നിലയ്ക്കാണ് MT ഓർമ്മിക്കപ്പെടുക. അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിലൂടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ ശരി ലിജോ, ഇപ്പോൾ കോഴിക്കോട്ട് നടക്കാവിലെ വീട്ടിൽ പ്രമുഖരായി ആളുകൾ, സാധാരണക്കാർ എല്ലാവരും അവസാനമായി ഒരു നോക്ക് കാണാൻ, MTയെ കാണാൻ എത്തിച്ചേരുകയാണ്. ഏറെക്കാലം കോഴിക്കോട് നിന്ന് അദ്ദേഹം ലോക സാഹിത്യത്തിലേക്ക് മലയാളത്തെ കൈപിടിച്ചുയർത്തിയ കാഴ്ച മലയാളികൾക്ക് മുന്നിലൂടെ കടന്നുപോയതാണ്. മലയാള സിനിമയെ ലോകത്തിന് മുന്നിൽ ഏറ്റവും മികച്ചതായി തീർക്കാൻ തൻ്റെ ഓരോ കലാസൃഷ്ടികളും അദ്ദേഹത്തിന് സാധിച്ചു എന്ന് തന്നെയാണ് ഈ ലോകം, ഈ മലയാളം അദ്ദേഹത്തിന് മുന്നിൽ നമിക്കുന്നത്. അത്രമാത്രം സ്വാധീനം മലയാളികൾക്കിടയിൽ, മലയാള സാഹിത്യത്തിൽ
മലയാളികളായ ഓരോ മനുഷ്യർക്കിടയിലും ഉണ്ടാക്കിയാണ് MT ഈ നിമിഷം വിടവാങ്ങുന്നത്.